നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പോലീസ് മൂന്നാം മുറയുടെ ക്രൂരമായ കഥ കൂടിയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലും പീച്ചി പോലീസ് സ്റ്റേഷനിലും നടന്നിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചുള്ള പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ തലസ്ഥാനത്തും ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് മാറനെല്ലൂരിൽ ആളുമാറി വീട് കയറിയത് ചോദ്യം ചെയ്ത യുവാക്കൾക്ക് പോലീസിന്റെ ക്രൂരമർദ്ദനമുണ്ടായത് സമാനതകളില്ലാത്ത തലത്തിലാണ്. ഡിസംബറിൽ 3 യുവാക്കളെ മാറനെല്ലൂർ CI ഷിബുവും SI കിരണും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചെന്നും കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടച്ചെന്നും ബന്ധുക്കൾ പറയുന്നു. മാറനെല്ലൂർ കോട്ടമുകൾ സ്വദേശികളും സഹോദരങ്ങളുമായ ശരത്, ശരൺ, ഇവരുടെ സുഹൃത്ത് വിനു എന്നിവർക്കാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഈ യുവാക്കളും നടത്തിയിരിക്കുന്നത്. കുന്നംകുളത്തും പീച്ചിയിലും പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവങ്ങൾ പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഈ യുവാക്കളും തങ്ങൾക്കുണ്ടായിട്ടുള്ള ദുരനുഭവം പങ്കുവെച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഈ അനുഭവം കൂടി പറയുന്നതോടുകൂടി അതിക്രൂരമായിട്ടുള്ള മർദ്ദനമാണ് പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്നത് എന്നുള്ളത് വീണ്ടും വ്യക്തമാവുകയാണ്. കസ്റ്റഡിയിലെടുത്തവരോട് മാന്യമായി പെരുമാറണമെന്നും മൂന്നാം മുറ പ്രയോഗം അരുതെന്നും മുഖ്യമന്ത്രി പലതവണ ഉപദേശിച്ചതാണ് സേനാംഗങ്ങളെ. എന്നിട്ടും ഇത് തന്നെയാണ് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ 22 രാത്രി മൂവരും വീടിന് മുന്നിൽ ഇരിക്കുമ്പോൾ അയൽവാസിയായ വിനോദിന്റെ വീടിന്റെ മതിൽ ചാടിക്കടന്ന് 4 പേർ അകത്തേക്ക് കടക്കുന്നത് കണ്ടു. അവരെ തടഞ്ഞു നിർത്തി കാര്യം ചോദിക്കുന്നതിനിടെ വീടിനുള്ളിൽ നിന്ന് യൂണിഫോമിൽ SI പുറത്തേക്ക് വന്നു. മതിൽ ചാടിയത് മഫ്തിയിലുള്ള പോലീസുകാരാണെന്നും കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നടക്കുന്നതെന്നും യുവാക്കൾ അറിയുന്നതും അപ്പോഴാണ്. ഇവിടെ തുടങ്ങി കഷ്ടകാലം. ചോദ്യം ചെയ്തവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസ് മുറയായിരുന്നു എല്ലാ അർത്ഥത്തിലും. പിന്നീട് ജയിൽവാസവും. കഞ്ചാവ് കണ്ടെത്താൻ പോലീസ് വിനോദിന്റെ വീട്ടിൽ കയറിയതും ആളുമാറിയായിരുന്നു. ജയിലിലായതോടെ യുവാക്കളുടെ ജീവിതവും ബിസിനസ്സും അടക്കം പ്രതിസന്ധിയിലായി. ഇവർ നിയമ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ CI ഷിബുവും SI കിരണും ഒത്തുതീർപ്പിലെത്തിയെങ്കിലും വഴങ്ങാതെ മുന്നോട്ടു പോകുകയാണ് യുവാക്കൾ. ഏതായാലും ഞെട്ടിക്കുന്ന ക്രൂരതയാണ് മാറനെല്ലൂരിലേത്. കേരളത്തിൽ ഈ അടുത്ത കാലത്ത് പുറത്തുവന്ന ഏറ്റവും ഭീകരമായ മർദ്ദനം. പക്ഷെ പോലീസുകാർക്കെതിരെ പരാതി കൊടുത്തിട്ടും ഒന്നും സംഭവിച്ചില്ല. അവർ ഇപ്പോഴും ജയിലിൽ തുടരുന്നു. പോലീസിനെ ചോദ്യം ചെയ്തതിന്റെ പ്രതികാരമായിരുന്നു എല്ലാം. 2 ദിവസം ക്രൂരമായി മർദ്ദിച്ച ശേഷം ജോലി തടസ്സപ്പെടുത്തിയെന്നും കേസെടുത്ത് ജയിലിലാക്കുകയും ചെയ്തു. കാലിന്റെ ഇടയിൽ തല പിടിച്ചുവെച്ച ശേഷം തേങ്ങ കൊണ്ട് പുറത്തടിച്ചെന്നും യുവാക്കൾ പറഞ്ഞു. കണ്ണിലും വായിലും കുരുമുളക് സ്പ്രേ അടിച്ചു. CI ഷിബു സ്വകാര്യ ഭാഗത്ത് പിടിച്ചു വലിച്ച് സ്പ്രേ അടിച്ചു. ഒരു ആനന്ദം പോലെ ആസ്വദിച്ചാണ് അയാൾ അത് ചെയ്തത്. CI കൈമുട്ട് വെച്ചാണ് പുറത്തിടിച്ചത്. പോലീസുകാർ പിടിച്ചു കുനിച്ചു നിർത്തി കൊടുക്കുകയായിരുന്നു. CI മടുക്കുമ്പോൾ SI വരും. അതിനുശേഷം അഖിൽ എന്ന പോലീസുകാരനും ഇടിച്ചുവെന്നും യുവാക്കൾ പറഞ്ഞു. എന്തൊരു ക്രൂരമർദ്ദനമാണ് നേരിട്ടതെന്ന് ഓർക്കണം. ഇവരെ കസ്റ്റഡിയിൽ എടുക്കുന്നത് തടയാൻ ശ്രമിച്ച ശരത്തിന്റെയും ശരണിന്റെയും മാതാപിതാക്കളെയും പോലീസ് മർദ്ദിച്ചെന്നും പരാതിയുണ്ട്. കഞ്ചാവ് കേസിലെ പ്രതിയെ തേടിപ്പോയ പോലീസ് സംഘത്തെ ഒരു സംഘം ആക്രമിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു അറസ്റ്റും ജയിൽവാസവുമെല്ലാം. പോലീസ് ഉറപ്പാക്കിയതും വളരെ ക്ലിയർ ആയിരുന്നു. ഒരു ഞായർ രാത്രി 11 മണിയോടെയാണ് സംഭവം നടന്നത്. മാറനെല്ലൂർ സബ് ഇൻസ്പെക്ടർ കിരൺ ശ്യാം, പോലീസ് ഡ്രൈവർ അഖിൽ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. സബ് ഇൻസ്പെക്ടറുടെ ഫോൺ പിടിച്ചുവാങ്ങി വലിച്ചെറിഞ്ഞ ശേഷം മർദ്ദിക്കുകയായിരുന്നു എന്നായിരുന്നു കേസെടുത്തത്. അതിനുശേഷം കൂടുതൽ പോലീസ് എത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തുവെന്നും പറഞ്ഞു. മാറനെല്ലൂർ കോട്ടമുകൾ മുതുവൽ പുത്തൻ വീട്ടിൽ വിനോദിനെ തേടിയെത്തിയ പോലീസിന് നേരെയായിരുന്നു ആക്രമണമെന്നും അന്ന് വാർത്തയും പോലീസ് നൽകി. പ്രതികളുടെ ഫോട്ടോയും നൽകി. റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥരും പോലീസ് സംസാരിച്ചു നിൽക്കുന്നതിനിടെ ശരത്തിന്റെ നേതൃത്വത്തിൽ 4 അംഗ സംഘമെത്തി ആക്രമിക്കുകയായിരുന്നെന്നായിരുന്നു പോലീസ് കേസ്. പ്രതികൾക്കെതിരെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും ആക്രമിച്ചതിനും കേസെടുക്കുകയായിരുന്നു. കഞ്ചാവ് കണ്ടെത്താൻ പോലീസ് വിനോദിന്റെ വീട്ടിൽ കയറിയതും ആളുമാറിയാണെന്ന് പിന്നീട് ബോധ്യമായി. ജയിലിലായതോടെ യുവാക്കളുടെ ജീവിതം ബിസിനസ്സും അടക്കം പ്രതിസന്ധിയിലായി. ഇവർ നിയമ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെ CI ഷിബുവും SI കിരണും ഒത്തുതീർപ്പിലെത്തിയെങ്കിലും വഴങ്ങാതെ മുന്നോട്ടു പോകുകയാണ് യുവാക്കൾ. മറ്റൊരു പോലീസ് ക്രൂരതയുടെ കഥയും പുറത്തു വന്നിരുന്നു. ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥന്റെ മർദ്ദനം മൂലം കാലിലെ 2 വിരലുകൾ മുറിച്ചു കളയേണ്ടി വന്നുവെന്ന ആരോപണവുമായി തെങ്ങണ സ്വദേശി കിഴക്കേപ്പുറത്ത് ബിജു തോമസ് ആണ് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ഏപ്രിലായിരുന്നു സംഭവം നടന്നത്. അന്നത്തെ തൃക്കൊടിത്താനം SHO ആണ് കാലിൽ ബൂട്ടിട്ട് ചവിട്ടിയതെന്നും മർദ്ദിച്ചതെന്നും ബിജു പറയുന്നു. 2 ആശുപത്രികളിലായി ചികിത്സ നടത്തി. 4 മാസത്തോളം കാല് നിലത്ത് കുത്താൻ കഴിയാതെ കിടന്നു. ഈ ആരോപണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്നും ചങ്ങനാശ്ശേരി DYSP KP തോംസൺ അറിയിച്ചു.
ജോലി ചെയ്ത പണം കിട്ടാതെ വന്നതോടെ നൽകിയ പരാതിയെ സംബന്ധിച്ച് സംസാരിക്കാനായി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ഒത്തുതീർപ്പിന് വഴങ്ങാതെ വന്നതോടെ സിഐ വിരൽ ചുരുട്ടി വയറ്റിൽ കുത്തി. ബൂട്ടുപയോഗിച്ച് തന്റെ കാലിൽ ചവിട്ടി പിടിച്ചു. തുടർന്ന് നെഞ്ചിലേക്ക് ഇടിച്ചു. പിന്നിലേക്ക് പോയപ്പോൾ സിവിൽ പോലീസ് ഓഫീസർമാർ പിടിച്ചുവെങ്കിലും കാലിൽ നിന്ന് സിഐ ബൂട്ട് മാറ്റിയില്ല. അന്ന് രാത്രി ചങ്ങനാശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. കാലിന്റെ പുറത്ത് മുറിവില്ലാത്തതിനാൽ ഡോക്ടർമാർ ഡിസ്ചാർജ് ചെയ്തു. ജോലി സംബന്ധമായി അടുത്ത ദിവസം ബാംഗ്ലൂരിൽ എത്തിയപ്പോഴാണ് കാലിന് വേദന കൂടിയത്. പരിശോധനയിൽ വിരലിലേക്കുള്ള രക്തയോട്ടം നിലച്ചതായി കണ്ടു. രക്തത്തിലെ പഞ്ചസാര നില കൂടി വിരലിൽ അണുബാധയുണ്ടായി. ഒരു വിരൽ മുറിച്ചു മാറ്റി. 16 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തി. അണുബാധ കണ്ടെത്തിയതോടെ രണ്ടാമത്തെ വിരലും മുറിച്ചു മാറ്റേണ്ടി വന്നു. മാനസികമായി തനിക്കും കുടുംബത്തിനും ഏറ്റ ആഘാതമാണ് ഏറ്റവും വലിയ മുറിവെന്നും ബിജു പറയുന്നു. ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകാൻ പോയില്ലെന്നും ബിജു പറയുന്നുണ്ട്. ഏതായാലും വീണ്ടും ഓരോ ദിവസം കഴിയുന്തോറും പല ജില്ലകളിലും പല മേഖലകളിലായിട്ട് പോലീസ് സ്റ്റേഷനുകളിൽ അനുഭവിച്ചിട്ടുള്ള ക്രൂരതകളുടെ കഥകളാണ് പുറത്തു വരുന്നത്. മാറി മാറി വരുന്ന DGPമാരെല്ലാം തന്നെ മൂന്നാമുറ പ്രയോഗം അരുതെന്ന് കാണിച്ച് സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ക്രമസമാധാന പാലന വേളയിൽ പ്രകോപനമുണ്ടായാൽ പോലും പരമാവധി സംയമനം പാലിക്കണമെന്നും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും അതിക്രമം അരുതെന്നും 2016 കീഴുദ്യോഗസ്ഥന്മാർക്ക് അയച്ച സർക്കുലറിൽ അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ നിർദ്ദേശിച്ചിരുന്നു. DGPമാരായിരുന്ന അനിൽകാന്തും ഷെയ്ഖ് ദർവേഷ് സാഹിബും സമാന ഉത്തരവുകളും പുറപ്പെടുവിച്ചിരുന്നു. സ്റ്റേഷനിൽ മാന്യതയ്ക്കും അന്തസ്സിനും നിരക്കാത്ത രീതിയിൽ പെരുമാറരുതെന്നായിരുന്നു ദർവേഷ് സാഹിബിന്റെ നിർദ്ദേശം. പോലീസിന്റെ പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് 1 ഡസനിലേറെ സർക്കുലറാണ് വിവിധ കാലഘട്ടങ്ങളിലായി DGPമാർ പുറത്തിറക്കിയത്. മുഖ്യമന്ത്രിയുടെയും DGPമാരുടെയും ഉത്തരവുകൾ ഫലം ചെയ്യാത്തതിനെ തുടർന്ന് 2018 സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും 24 മണിക്കൂറും CCTV നിരീക്ഷണത്തിലാക്കി. രാജ്യത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് 2020 ജൂലൈയിൽ സുപ്രീം കോടതിയും ഉത്തരവിട്ടു. കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കവേ മനുഷ്യാവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് സ്റ്റേഷനുകളിലെ ലോക്കപ്പ് മുറികളിൽ ഉൾപ്പെടെ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും അതിലെ ദൃശ്യങ്ങൾ 18 മാസം വരെ സൂക്ഷിക്കണമെന്നും കോടതി ഉത്തരവിലും പറയുന്നുണ്ട്. ക്യാമറകളുടെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കാൻ സംസ്ഥാന ജില്ലാതല മേൽനോട്ട സമിതികൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. കസ്റ്റഡി മരണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങിയ കോടതി ബെഞ്ചിന്റെ ഇടപെടൽ മുൻപുണ്ടായത്. എന്നിട്ടും കൂസലില്ലാതെ ഇടിവീരന്മാരായ പോലീസുകാർക്ക് നിരവധി സ്റ്റേഷനുകളിൽ പിന്നെയും തങ്ങളുടെ കൈക്കരുത്ത് കാണിച്ചു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞു നൽകാതിരിക്കും.